ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു 2 പായസം ആക്കുന്നുണ്ട്. അതിലാദ്യം തന്നെ ചെറുപയർ പരിപ്പും അരിയും കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പായസം. അതിനുവേണ്ടി ചെറുപയർ പരിപ്പ് അത്യാവശ്യം അതിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അത് കഴുകിയിട്ട് അതും അരിയും കൂടെ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് രണ്ടും കൂടെ കുക്കറിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുന്നത് ഇതിന് മേലെ നിൽക്കണം. ആ നിൽക്കുന്നത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവണം. അതായത് ഒരു വിസിൽ 2 വിസിലിട്ടിട്ട് അത് എടുത്ത് കളഞ്ഞു, അത്രയും മതി. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് അതേ നെയ്ക്കകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചില്ലേ, ആ അരിയും ചെറുപയർ പരിപ്പും ഇട്ട് ഒന്ന് വഴറ്റണം. ആ ക്ലിപ്പ് എനിക്ക് മിസ്സായിപ്പോയി. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ശർക്കരപ്പാനി, മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് 2-ാം പാലും 3-ാം പാലും ഞാൻ ചേർക്കുന്നുണ്ട്. 1-ാം പാൽ ഞാനെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് കിടന്ന് നന്നായിട്ട് മിക്സായി നല്ല രീതിയിൽ വരണം. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര അത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഈസിക്ക് വേണ്ടി എടുത്തതാണ്. അതിനകത്തോട്ട് ജീരകവും ചുക്കും ഏലക്കയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ ശരിക്ക് പൊടിച്ചെടുത്തു. എന്നിട്ട് ഈ പൊടിച്ചെടുത്തത് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പായസത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കുക. എന്നിട്ട് അവസാനമാണ് നമ്മൾ 1-ാം പാൽ ഒഴിക്കുന്നത്. 1-ാം പാൽ ഒഴിച്ച് ചെറിയൊരു തിള വന്നാൽ അന്നേരം നമ്മൾ ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെല്ലമായതുകൊണ്ട് ഉപ്പ് ചേർക്കണം നിർബന്ധമില്ല. പിന്നെ ഞാനിവിടെ അടയാണ് എടുത്തിരിക്കുന്നത്, അരിയുടെ അടയില്ലേ, എന്നിട്ട് അത് പാൽപ്പായസം ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്തോട്ട് ഞാനിപ്പം പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് അട ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. എന്നിട്ട് പാലൊഴിച്ചിട്ട് ഇത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക മീൻസ് ഇത് ഒരു വിസിലേ ഞാൻ അടിച്ചുള്ളൂ. എന്നിട്ട് അത് വെന്ത് വന്ന ശേഷം അതിൻ്റെ അകത്തോട്ട് പഞ്ചസാര ചേർത്തെടുത്തു. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്തു. കാരണം കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാനം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. ഒരു ടിന് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ തേങ്ങാപ്പാലും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്ന ആ തേങ്ങാപ്പാലിൻ്റെ ഒപ്പമാണ് ഞാൻ ജീരകവും ഏലക്കയും കൂടെ ചേർക്കുന്നത്, അതായത് തേങ്ങാപ്പാൽ പിഴിയുന്നതിൻ്റെ ഒപ്പം. എന്നിട്ട് തേങ്ങാപ്പാലെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ക്ലിപ്പ് മിസ്സായിപ്പോയി. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തു. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിനകത്ത് കാഷ്യൂനട്ട് നന്നായിട്ട് മിക്സാക്കുക. കിസ്മിസ് വേണമെന്നാണെങ്കിൽ അതും ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസം ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ നമ്മുടെ 2-ാമത്തെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അതായത് ഞാൻ പിടിയും ചിക്കൻ കറിയാക്കി. അതിൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ആ ചിക്കൻ കറിക്ക് ഞാൻ സവോള എടുത്ത് അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ ആവാൻ തുടങ്ങുന്ന വരെ നന്നായിട്ട് അത് ഞാൻ വറുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ, അതും കൂടെ ചേർത്ത് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തു. അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തു. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് ഇതിപ്പോൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് അത്യാവശ്യം എരിവുള്ളതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ മുളക് പൊടി ഇട്ട് കൊടുക്കാത്തത്. ഇനി മുളക് പൊടി ഇടണം എന്നാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് അതിൻ്റെ കൂടത്തിൽ മിക്സായി വരണം. അതുവരെ തക്കാളി അതിൻ്റെ അകത്തിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ അടുത്തതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെക്കുക. ആ ചിക്കൻ വെള്ളം ഊറ്റി കഴുകിയെടുത്ത് വെക്കണേ. അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഞാൻ പിന്നെ ഇങ്ങനെ 3 പാർട്ടായിട്ട് വീഡിയോ ഇട്ടതിൻ്റെ കാരണം ഒറ്റ വീഡിയോ ഇടുവാണെങ്കിൽ ഇതൊരു അരമണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ട് പോകും. അത് ഭയങ്കര ലെങ്തി ആവും.
അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ 3 പാർട്ടായിട്ട് ഇട്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച ശേഷം ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം ഇപ്പം ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും കുറവുണ്ടോ, ഉപ്പ്, മസാലപ്പൊടികളൊക്കെ. എന്നിട്ട് അതെല്ലാം ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നാണെങ്കിൽ മാത്രം. ആ കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1-ാം പാലും 2-ാം പാലും ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് അതാണ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു തിള ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. നാളെ ഫൈനൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.